ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഒരു റേഡിയോ ബോർഡാണിത്. മീഡിയം വേവ് ഷോർട്ട് വേവ് റേഡിയോ ബോർഡാണ്. TA 5570 വെച്ച് വരുന്ന ഒരു മീഡിയം വേവ് ഷോർട്ട് വേവ് റേഡിയോ ബോർഡാണിത്. ഇതെനിക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. ആക്രിക്കട ഞാനിങ്ങനെ പോയി ഒരു ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് മേടിക്കാൻ പോയപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ആക്രിക്കട ഇങ്ങനെ ഒരു റേഡിയോ കിടക്കുന്നതാണ്. റേഡിയോ അല്ല, ഡെക്ക് സെറ്റിൻ്റെ കൂട്ട് ഫ്ലൈവുഡ് 4 സൈഡും തറച്ച് വെച്ചിട്ട് ഫിലിപ്സിൻ്റെ ഒരു പഴയ മോഡലൊരു സെറ്റ്. അതിനകത്തുനിന്ന് അത് ഞാൻ എടുത്ത് പുള്ളി അതിന് ചോദിച്ച വിലയെന്ന് വെച്ചാൽ 500 രൂപ ചോദിച്ചു. എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനത് സെറ്റ് എടുത്തു. അതിനകത്ത് കാസറ്റ് പ്ലെയറും ഒക്കെ ഉള്ളതായിരുന്നു. കാസറ്റ് പ്ലെയറും സാധനങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഞാൻ പുള്ളി 500 രൂപ ചോദിച്ച് ഞാനത് 500 രൂപ കൊടുത്ത് ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഓൺ ചെയ്തപ്പോഴത്തേന് ആംപ്ലിഫയർ സെഷൻ കംപ്ലൈൻ്റ് ആയിരുന്നു അതിൻ്റെ. അന്നേരം അതിൻ്റെ IC ഒക്കെ തപ്പി ചെയ്തപ്പോൾ പക്ഷേ അതിൻ്റെ IC ഒന്നും കിട്ടത്തില്ലായിരുന്നു ആംപ്ലിഫയറിൻ്റെ. അന്നേരം അതിൽ നിന്ന് അഴിച്ചെടുത്തതാണിത്. ഫിലിപ്സിൻ്റെ കമ്പനിയാണ്. ഫിലിപ്സിൻ്റെ 5570 TA 5570. അന്നേരം ഈ റേഡിയോ ബോർഡ് കാണാൻ എനിക്ക് ഭയങ്കര ചെറുപ്പത്തിലേ മുതൽ എനിക്ക് ഈ റേഡിയോ ബോർഡിനോട് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ ബോർഡ്. ഞാൻ എവിടെ കണ്ടാലും ഇലക്ട്രോണിക്സ് കട ആദ്യം ചെന്ന് ചോദിക്കുന്ന റേഡിയോ ബോർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് അന്ന് തൊട്ടേ തുടങ്ങിയ ഒരു മോഹമാണ്. ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലക്ട്രോണിക്സിനോടും. ഈ ബോർഡുകളും ആംപ്ലിഫയർ ബോർഡുകളും ഒന്നും വേണ്ട, അങ്ങനെ ഇലക്ട്രോണിക്സിനോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇലക്ട്രോണിക്സ് ഭ്രാന്താണ്, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരിതാണ്. അന്നേരം അത് കണക്കാക്കി ഞാൻ പൈസ മുടക്കുന്നതിനൊരു കണക്കില്ല. അന്നേരം അങ്ങനെ എടുത്തതാണ്. ഇത് 500 രൂപയ്ക്ക് എടുത്തതാണ്. അന്നേരം നമുക്ക് അത് വർക്കിംഗ് അല്ലായിരുന്നു, ആംപ്ലിഫയർ വർക്കിംഗ് അല്ല. അന്നേരം അതിനകത്തുനിന്ന് റേഡിയോ ബോർഡ് ഇത് സ്റ്റീരിയോ അല്ലെന്ന് തോന്നുന്നു. സ്റ്റീരിയോ അല്ല, ഇത് മോണോ ബോർഡാണ്. ഇത് മോണോ ചാനലാണ്. ഇതിന് വരുന്ന വോൾട്ടേജ് പറഞ്ഞാൽ 9 വോൾട്ടാണെന്ന് തോന്നുന്നു. 9 വോൾട്ട് 12 വരെ കൊടുക്കാമെന്ന്, മാക്സിമം 12 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് ഈ ICയുടെ ഡാറ്റ ഷീറ്റ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്വിച്ച് എന്ന് വെച്ചാൽ മീഡിയം വേവ് ഷോർട്ട് വേവ് സ്വിച്ചാണിത്. മീഡിയം വേവ് ഷോർട്ട് വേവ് സ്വിച്ച്. ഇവിടെ ഇത് LED, പവർ LED. ഇത് ഇതിൻ്റെ പ്ലസ് വരുന്ന ഈ നടുക്കലത്തെ ചുമന്ന വയറല്ല, പ്ലസ്സും ഇത് വരുന്ന നെഗറ്റീവ് സപ്ലൈ. ഒരെണ്ണം ഓഡിയോ ഔട്ടാണ്, ഇത് ഫ്രീ ഔട്ടാണ്. അന്നേരം ഇങ്ങനെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ആക്രിയിൽ നിന്ന് റേഡിയോ എടുക്കുവാണെങ്കിൽ അവർ അല്ല, ഓരോ വീടുകളിൽ റേഡിയോ ആംപ്ലിഫയർ, വലിയ ആംപ്ലിഫയറുകൾ സെക്ഷനുള്ള റേഡിയോ ഉണ്ട്. അന്നേരം അതിൻ്റെ ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ റേഡിയോ മാത്രമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അന്നേരം നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. അന്നേരം ഞാനിന്നിവിടെ ഒരു ആംപ്ലിഫയർ എടുത്തിട്ടുണ്ട്. ആംപ്ലിഫയർ കാണിക്കാം. ഇത് നേരത്തെ ഞാൻ ചെയ്തത് എൻ്റെ വീഡിയോ. 73-77 വെച്ചിട്ടുള്ള അത് നമുക്കത് രീതിയിൽ കൊടുത്ത് കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ആദ്യം ഇതിൻ്റെ ബോർഡിൻ്റെ പ്ലസ് പോയിൻ്റ് ഈ വയറാണ്. ഇത് ചുമന്ന ഈ വയറാണ്, കാണുന്നുണ്ടെങ്കിൽ. ഇത് 6 വോൾട്ടാണ്. 6 വോൾട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ 9 പറയുന്നത്. നമുക്ക് 6 വോൾട്ട് കൊടുത്ത് നോക്കാം, വർക്ക് ചെയ്യുമോ നോക്കാം. 6 വോൾട്ട് വർക്ക് ചെയ്യും, ചെറിയ സിഗ്നൽ ഇട്ടാൽ. പിന്നെ ആംപ്ലിഫയർ അത് പവറായി എടുത്തോളും. ഇത് ഓഡിയോ ഔട്ടാണ്. ഇത് ഓഡിയോ ഔട്ട്.
ഓഡിയോ ഔട്ടാണിത്. നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ടൊന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ബോർഡ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബോർഡൊന്നും ഇപ്പം കിട്ടാൻ എന്താണെന്ന് വെച്ചാൽ ഇതിക്ക് പണ്ടത്തെ കിടുക്കാച്ചി ബോർഡ് റേഡിയോ T55 ഫിലിപ്സിൻ്റെ വർക്കിംഗ് ആയി. രാത്രിക്കടയിൽ നിന്ന് 500 രൂപ ഞാൻ കൊടുത്തത്. പക്ഷേ ഈ ബോർഡിന് അന്നത്തെ വില എന്ന് വെച്ചാൽ കമ്പനി വെച്ചാണെങ്കിൽ ഒരു 1000 രൂപയ്ക്കെങ്കിലും മുടക്കേണ്ടി വരും ഈ ബോർഡിന്. ഈ ബോർഡ് അടിപൊളി സെറ്റാണ്. അന്നേരം ഈ ആദ്യക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് കാര്യം അന്നേരം ഇത് അടിപൊളി ഒരു ബോർഡാണ്. റേഡിയോ ബോർഡ് കിടുക്കൻ ബോർഡാണ്. നമുക്ക് ഷോർട്ട് വേവ് ഒന്ന് നോക്കാം. ഷോർട്ട് വേവ് ഷോർട്ട് വേവും വർക്കിംഗ് ആണ്. ആൻറ്റിനയാണ് കേട്ടോ, ഇത് ആൻറ്റിനയാണ്. ആൻറ്റിനയുടെ വയറായി ഇവിടെ. ഷോർട്ട് വേവും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതായത് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വലിയ ഡെക്ക് സെറ്റിനൊക്കെ ചില ആംപ്ലിഫയർ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയോ ബോർഡ് എടുത്ത് മാത്രം വർക്ക് ചെയ്യിപ്പിക്കുക. ഒരു 20-30 ആംപ്ലിഫയറിൻ്റെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. റേഡിയോ ബോർഡ് കളയല്ല, ഇങ്ങനെ കിട്ടുന്ന ബോർഡുകളൊന്നും കളയാൻ പാടില്ല. ഇത് FM ഇല്ലാത്ത ബോർഡാണ്. FM ഇല്ല ഇതിനകത്ത്. മീഡിയം വേവും ഷോർട്ട് വേവും നല്ലൊരു ബോർഡാണ്. ONV കുറിപ്പ് രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം നല്ലൊരു ബോർഡാണ്. എടുക്ക റേഡിയോ ബോർഡ്. ഇതൊക്കെ പണ്ടത്തെ വെടിക്കെട്ട് സാധനങ്ങളായി. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നേരം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.